ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ കുറിച്ച് പലർക്കും പലയിടത്തും പല അഭിപ്രായം ഉണ്ടായിരിക്കും. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച ഗ്രീക്ക് താരമായിട്ടുള്ള ദിമിത്രിയസ് നിയമന്റക്കോസിനോട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിറ്റ് കണ്ണീരോടെ അല്ലാതെ, അല്ലെങ്കിൽ മനസ്സിലൊരു നേരിയ മുറിപ്പാട്ടോടെ അല്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ കുറിച്ച് ദിമിത്രിയസ് ഡിയമന്റക്കോസിന് ഓർക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ദിവസമല്ല, ഇന്നത്തെ ദിവസം ദിമിത്രിയസ് ഡിയമന്റക്കോസ് അത് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും സ്പഷ്ടമായും പറഞ്ഞു കഴിഞ്ഞു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ തനിക്ക് ആരായിരുന്നു എന്ന് തനിക്ക് ഇപ്പോഴാണ് മനസ്സിലായതെന്ന്. കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഹൃദയത്തിന്റെ വിശാലതയും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ മനസ്സിൽ എത്രമാത്രം സ്നേഹം തന്നോടുണ്ടായിരുന്നെന്നും ഇന്ന് ദിമിത്രിയസ് ഡിയമന്റക്കോസിന് റിയലൈസേഷൻ ഉണ്ടാവുന്നുണ്ട്, തിരിച്ചറിവുണ്ടാവുന്നുണ്ട്. കാരണം ഈസ്റ്റ് ബംഗാളിന്റെ ആരാധകരെയും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ എന്നെ എല്ലായ്പ്പോഴും സ്നേഹിച്ചിരുന്നു. 1-2 മത്സരങ്ങളിൽ ഞാൻ പരാജയപ്പെട്ടാൽ അവരെന്നെ തള്ളി പറയുമായിരുന്നില്ല. എന്റെ മോശം സാഹചര്യങ്ങളിലും അവരെന്നോടൊപ്പം ചേർന്ന് നിൽക്കുമായിരുന്നു, അവരെന്നെ സ്നേഹിച്ചിരുന്നു. പക്ഷേ ഈസ്റ്റ് ബംഗാളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ സ്ഥിതിഗതികൾ വളരെ വ്യത്യസ്തമാണ്. ഒരു കളി നന്നായിട്ട് കളിച്ചു കഴിഞ്ഞാൽ അവർ പ്രൈസ് ചെയ്യും, പക്ഷെ ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ അവർ പുച്ഛിക്കും, പരിഹസിക്കും, തള്ളി പറയും. ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ 1-2 കളികളിൽ താൻ ഫോമൗട്ട് ആയാൽ പോലും തിരിച്ചു വരാനുള്ള ഊർജ്ജം സന്നിവേശിപ്പിക്കുന്ന തരത്തിൽ പിന്തുണയും സ്നേഹവും പരിലാളനയും ഒരുപാട് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ നൽകിയിരുന്നു. പക്ഷേ ഈസ്റ്റ് ബംഗാളിലേക്ക് എത്തിയപ്പോൾ തിരിച്ചടികളെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ചെറിയ പിഴവുകളുടെ പേരിൽ പോലും ക്രൂശിക്കപ്പെടുന്നുണ്ട്. അതിൽ തനിക്ക് ദുഃഖമുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരായിരുന്നു തന്നെ യഥാർത്ഥമായി സ്നേഹിച്ചത്. മോശം സാഹചര്യങ്ങളിലും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കൂടെ നിൽക്കുമായിരുന്നു എന്ന് ദിമിത്രിയസ് നിയമന്റക്കോസ് പറയുമ്പോൾ തൽക്കാലം അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനല്ലേ ദിമിയണ്ണന് പറ്റത്തുള്ളൂ. പോയില്ലേ, ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം?